ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി. തീർച്ചയായിട്ടും സാമ്പത്തിക തൊഴിൽ പ്രയാസങ്ങൾ മാറ്റിയെടുത്തുകൊണ്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഭരണം നൽകുന്നതിനുള്ള എല്ലാവിധ ശ്രമവും ഉണ്ടാകും എന്ന് സൂചിപ്പിക്കുക. അതോടൊപ്പം തന്നെ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ വലിയ രീതിയിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന ഒരു വകുപ്പ് എന്നുള്ള നിലയിൽ ജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനം അത് വളരെ പെട്ടെന്ന് നൽകുക, അത് സുതാര്യമായി നൽകുക, ഒരു കർഷകമായ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്ക് ദശാബ്ദങ്ങളോളം വളരും. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് നയപ്രഖ്യാപന പുസ്തകത്തിൽ ഞങ്ങൾ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് നമ്മുടെ പല നിയമങ്ങൾ റവന്യൂവുമായി ബന്ധപ്പെട്ട ഏതാണ്ട് 140-ലധികം നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളിൽ പലതും ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു 5 ദശാബ്ദങ്ങളുടെയും 6 ദശാബ്ദങ്ങളുടെയും പലർക്കുള്ള നിയമങ്ങളാണ്. അത്തരം നിയമങ്ങൾ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ കൊണ്ടുവന്ന നയങ്ങൾ ഇന്ന് മാറിയ സാഹചര്യത്തിൽ പരിഷ്കരിക്കേണ്ടതുണ്ട്. അപ്പോൾ നിയമങ്ങൾ കാലഘട്ടത്തിനനുസൃതമായി പരിഷ്കരിക്കേണ്ട ഭാഗമായിട്ട് അത് പഠിക്കുന്നതിന് വേണ്ടി ഒരു സുപ്രഭാതത്തിൽ ഗവൺമെന്റ് തീരുമാനമെടുക്കാൻ കഴിയും. പക്ഷെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ച് ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ വയ്ക്കുകയും ആ കമ്മിറ്റിയിൽ വന്ന അതിന്റെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിലവിലുള്ള നിയമങ്ങൾ കാലാനുസൃതമായ മാറ്റം വരും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കിന്ന് ഏറ്റവും പ്രധാനമായി വരുന്നത് പട്ടയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ആ പട്ടയങ്ങൾ പരമാവധി വേഗത്തിൽ ജനങ്ങൾക്ക് ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടാകും. എല്ലാ രീതിയിലും ഇന്ന് പല പട്ടയങ്ങളും നൽകുമ്പോഴും വനഭൂമിയുമായി ബന്ധപ്പെട്ട പട്ടയങ്ങളായാലും തീരദേശത്ത് പുറംപോക്കുമായി ബന്ധപ്പെട്ട പട്ടയങ്ങളായാലും ആ പട്ടയങ്ങൾക്ക് നൽകുമ്പോഴുള്ള പ്രശ്നം പറയുന്നത് പട്ടയം ലഭിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് കണ്ടീഷനുണ്ടാകും, ഒരുപാട് വ്യവസ്ഥകളും. ആ വ്യവസ്ഥകളില്ലാത്ത രീതിയിൽ പട്ടയങ്ങൾ നൽകുക അല്ലെങ്കിൽ ലഭിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഉപാധികളില്ലാത്ത പട്ടയം നൽകുന്നതിന് പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഇന്ന് ആയിരക്കണക്കിന് തരംമാറ്റൽ ഭൂമിയുടെ തരംമാറ്റം ബന്ധപ്പെട്ട ഫയലുകളാണ് ഓരോ ജില്ലയിലും. അത്തരം തരംമാറ്റത്തിന് വേണ്ടിയുള്ള അപേക്ഷകൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി ജില്ലാ തലത്തിൽ തന്നെ അദാലത്തുകൾ സംഘടിപ്പിക്കും. അതിനകത്ത് സൗജന്യമായ 25 സെന്റിന് താഴെയുള്ള തരംമാറ്റ അപേക്ഷകളായിരിക്കും അതിനകത്ത് പരിഹരിക്കുന്ന വേണ്ടി പരിഹരിക്കും. അപ്പൊ അത്തരത്തിൽ 25 സെന്റിന് താഴെയുള്ള ഭൂമി തരംമാറ്റത്തിന്റെ അപേക്ഷ നമുക്ക് ജില്ലാ തലത്തിലുള്ള അദാലത്തിലൂടെ പരിഹരിക്കാൻ കഴിയും. കെട്ടിക്കിടക്കുന്ന ആയിരക്കണക്കിന് ജില്ലകൾ അതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമം. എന്റെ കയ്യിലാണ് വലിയ ബഡ്ജറ്റും ഇല്ല. നിനക്ക് എവിടെയും പരിചയമുണ്ടോ? എനിക്ക് പരിചയമുണ്ട്. അയ്യോ സാർ, എനിക്ക് പരിചയമുണ്ടോ. ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്തു തരുന്ന സ്ഥലം തെയ്യമ്പാട്ടിൽ ജ്വല്ലറി. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. ഹലോ, ആ കൺഫ്യൂഷൻ അങ്ങ് തീർന്നില്ലേ? പണി നടക്കട്ടെ. Jewelry that tells your story. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി.